ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബൊലങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് വന്നത് സിയാങ് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ഇവിടെ ഒരു സ്കൂളിലാണ് താമസിക്കുന്നത്. ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അവിടെ കുറച്ച് സാറന്മാരുണ്ട്, മലയാളികളാണ്. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. സാറേ, എങ്ങനെ പേരെങ്ങനെ? എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാൻ നാട്ടിലെ മലപ്പുറം ഡിസ്ട്രിക്ട് എടക്കരയിലാണ് താമസം. ഞാനിവിടെ വന്നിട്ട് 21 വർഷങ്ങളായി. ഇപ്പം ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യണു. മാമിൻ ഇംഗ്ലീഷ് സ്കൂൾ പോളിംഗ് ആണ് എൻ്റെ സ്കൂളിന്റെ പേര്. ഏറെക്കുറെ 350 പിള്ളേരുടെ അടുത്തൂടെ പഠിക്കുന്നുണ്ട്. ഒരു 140 പിള്ളേരുടെ ഹോസ്റ്റലുണ്ട്. പിന്നെ ബാക്കിയുള്ള പിള്ളേർ ഡേ സ്കോളറായിട്ട് വരുന്നു. കുഴപ്പമില്ല, നല്ല രീതിയിൽ ചലിച്ചുകൊണ്ടൊരു സ്കൂളാണ്. ഇവിടെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്? ഇവിടെ ഇപ്പോ 350 പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഡേ സ്കോളർ വന്ന് പഠിക്കുന്നുണ്ട്. बस फैसिलिटीज ഉണ്ട്, व्हीकल फैसिलिटीज ഉണ്ട്. क्या करते हो आप लोग? ये रिजल्ट बन रहा है क्लास 5 का. क्लास 5 का है ना? बोर्ड एग्जाम का है ना? ओके. हाय. हेलो, नमस्ते. रिजल्ट बनाएगा ना? प्रोग्रेस कार्ड है ना? ഭാസ്കറിന്റെ യാത്രയൊക്കെ നല്ല സുഖകരമായി പൂർത്തീകരിക്കാൻ വേണ്ടി ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. അപ്പം എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പം എന്തായാലും താങ്ക് യു. വീണ്ടും കണ്ടുകിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാട്ടിൽ വെച്ച് എപ്പോഴേലും ഓ, എന്തായാലും. भाई है मेरा मालिक का बड़ा बेटा है. हम लोग 3 साल से जैसे एक फैमिली का तरह रुक रहे हैं हम ना. हम लोग को मिला हुआ हमारा भी अच्छा से चल रहा है. ओ, बढ़िया है. ओके, मैं भी जा रहा है. ठीक है, फिर भी मिलेगा, पता नहीं. अब ओके, क्या होगा ना. ओ बिल्कुल आएगा. हाँ, आपका इसका नंबर है आपका. ओ हाँ, मदद जरूरी है तो हम लोग यहाँ से मदद करेंगे. जहाँ में हो, जब तक अरुणाचल में कई जगह से आपको फोन कर सकते हैं. जहाँ मेरा घर जहाँ नहीं घर बोल लीजिए ना, कोई भी तकलीफ हो सकती है, एनी टाइम यू कैन कॉल अस. Okay. नो प्रॉब्लम, विल मैनेज इट. ഓക്കെ. अरुणाचल നമ്മളെ ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇനിയിപ്പോൾ നേരെ ടൂട്ടിങ്ങിലേക്കാണ് പോണത്. അവരുടെയൊക്കെ യാത്രയൊക്കെ ഇറങ്ങിയ വല്ലാത്തൊരു വിഷമം ഉണ്ട് കേട്ടോ. എത്ര പറഞ്ഞാലും ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസം അവരുടെ കൂടെ, അതും ഒരു മലയാളി ഫാമിലിയുടെ കൂടെ കേട്ടോ. നമ്മുടെ ഒരു ഫാമിലിനെ പോലെ മാറി. കാരണം അത്രയും നല്ല സ്നേഹവും കാര്യങ്ങളും കിട്ടി. വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ലൊരു ബന്ധം എന്നും നിലനിർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ എനിക്ക് തോന്നല്ല ഇന്ന് ടൂട്ടിങ് എത്തുമെന്ന്. ഇവിടുന്ന് ഏകദേശം 200 സംതിങ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ. റോഡൊക്കെ ഇതാണ് അവസ്ഥ. ഷൂട്ടിങ്ങിലേക്കുള്ള റോഡ് കുറച്ച് ശോകമാണ്. നമുക്ക് ഏകദേശം കുറച്ച് ദൂരം വരെ നല്ല റോഡ് കിട്ടുമെന്നാണ് കേട്ടത്. മിക്കവാറും അത് കഴിഞ്ഞിട്ട് നല്ല മോശമായിരിക്കും. കാരണം റോഡ് കട്ടിങ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏത് റൂട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെ റോഡ് കട്ടിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടാസ്ക് ആയിരിക്കും. പിന്നെ ഇന്ന് മഴയില്ല കേട്ടോ. ഇന്നലെയും ഇന്നായിട്ട് മഴയില്ല. അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ പണി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ടൂട്ടിങ് ജായേഗാ. अब कहाँ जाएगा? अच्छा, मछली पकड़ने के लिए. ये मेरा सोने का सामान है. ठीक है भैया. ओके. നമ്മളെ പോണേക്ക് ഒരുപാട് ആൾക്കാർ ഇതേപോലെ വന്ന് സംസാരിക്കണ്ട കേട്ടോ. ഈ കാണുന്ന ബ്രിഡ്ജില്ലേ, ഇതൊക്കെ പണിതത് ഗ്രിഫാണ് കേട്ടോ. അതായത് ഈ BRO എന്ന് പറഞ്ഞ ടീംസാണ് പണിതത്. നല്ല അടിപൊളി പാലം ഉണ്ടോ. പിന്നെ അതുപോലെ കാലാവസ്ഥയൊന്നും വലിയ കുഴപ്പമില്ല. മഴ പെയ്യാണ്ടിരുന്നാൽ മതി കേട്ടോ. മഴ പെയ്താൽ മാത്രമേ നമുക്ക് നല്ല സീൻ കിട്ടുള്ളൂ. ഇതിൻ്റെ പഴയൊരു ബ്രിഡ്ജാണ് കേട്ടോ. ഈ ബ്രിഡ്ജ് വന്നതിന് മുമ്പ് ഇവിടെ പഴയൊരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ് ബ്രോ, കേസോ? ठीक है ना? केरला. अच्छा, यहाँ से टूटिंग बहुत दूर है ना यहाँ से तो. आपका नाम क्या है? मेरा कांकीराम तपा. कांकीराम तापा. कहाँ जाएगा अभी? अभी हम इधर, मेरा बस्ती इधर. अच्छा अच्छा अच्छा. ഹായ് കരക. ഈ കാണുന്ന ബ്രിഡ്ജില്ലേ, ഇതാർന്ന് പണ്ടുണ്ടായിരുന്നത്. ഇതിലൂടെ ബൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോവാറുണ്ട് കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് പണിതത്. പക്ഷേ ഈ ഒരു ബ്രിഡ്ജ് പണിതിട്ട് അധികം നാളായിട്ടില്ല കേട്ടോ. ഇതിനടിയിൽ കൂടെ ഒഴുകണ റിവർ കണ്ടില്ല, നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്. ഇത് ശരിക്കും സിയാങ് റിവറിൻ്റെ ഭാഗം കേട്ടോ. ഇത് നേരെ ചെന്ന് ഉദിക്കുന്നത് ബ്രഹ്മപുത്രയിലേക്കാണ്. ശരിക്കും ഈ കാണുന്ന സിയാങ് റിവർ ബ്രഹ്മപുത്ര, അതായത് അപ്പർ ബ്രഹ്മപുത്രയിൽപ്പെട്ട ഒരു നദിയാണ് കേട്ടോ. ഇതെല്ലാം ശരിക്കും ഈ നോർത്ത് ഈസ്റ്റിലൂടെ ഒഴുകണ എല്ലാ നദിയും ബ്രഹ്മപുത്രയായിട്ട് കണക്ട് ചെയ്യണ റിവറാണ് കേട്ടോ. ഇതാണ് നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ട്. ചെറിയൊരു റൂട്ടാണ്. ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കാൻ വേണ്ടി കുറച്ച് പണിയാണ് കേട്ടോ. കാരണം നമ്മൾ വന്ന കുറച്ച് ഡംബറുകൾ ഒരുപാട് വന്ന് അത് വന്നപ്പോൾ നമ്മൾ പെട്ടുപോയിട്ടാ. ഒരു കണക്കിനാണ് ഒതുക്കി കൊടുത്തത്. പോണ റൂട്ടിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ അരുവികളുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒഴുകി വന്നിട്ടുണ്ട്. നല്ല വെള്ളം ഉണ്ടാ. ചെറിയ രീതിയിൽ കലങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ കലങ്ങിയ വെള്ളം വന്നത്. മഴയില്ലെങ്കിൽ വെള്ളമൊക്കെ നല്ല വെള്ളം ഉണ്ടാ. ഇത് എപ്പോഴും നിലക്കാത്ത വെള്ളമാണ്. ഇത് നേരെ ഒഴുകി ചെല്ലുന്നത് സിയാങ് റിവറിലേക്കാണ്. സിയാങ് റിവർ പിന്നീട് നേരെ ബ്രഹ്മപുത്രയിലേക്ക് ഒഴുകി ചെല്ലും. ഇവിടെയൊക്കെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഓറഞ്ചിൻ്റെ മരങ്ങളാണ്. ഇപ്പോൾ ഓറഞ്ചൊന്നും അധികം കാണാറില്ല. കാരണം എനിക്ക് തോന്നുന്നത് സീസൺ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരെല്ലാം പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടായിരിക്കാം. അതുപോലെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഉണ്ടാ. അതായത് ഇന്ന് മാർച്ച് 27-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് 27-ാം തീയതി, ഈ 27-ാം തീയതിയാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത്. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ദിവസം എടുക്കും. ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും അപ്ലോഡ് ചെയ്യണത്. കാരണം നെറ്റ്വർക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല മുന്നോട്ട് പോകുമ്പോൾ. ഞാനിതുവരെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആഘോഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ. അതായത് നമ്മൾ ഈ 1, 2, 3 അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന ടൈമിൽ ഒരു പാക്കറ്റ് മിഠായിയൊക്കെ കൊണ്ടുപോയി സ്കൂളിൽ പിള്ളേർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഇതുവരെ എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ എന്താണല്ലോ ഓരോ വർഷം കൂടുന്നവരെ നമ്മുടെ പ്രായം കൂടി പോകണ കേട്ടോ. ഇത് നോക്കിയേ, റോഡിലൊരു പാമ്പ് വണ്ടി കയറി ചതഞ്ഞിരിക്കണ നോക്കിയേ. കാരണം ഇത് ചെറിയ റൂട്ടായതുകൊണ്ട് വണ്ടി ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. റോഡിൻ്റെ ഒരു സൈഡ് വഴി എടുത്തിട്ടേ പോകുള്ളൂ. അതുണ്ടല്ലേ പാടൊക്കെ കണ്ടില്ലേ, അങ്ങനെ ഇടിച്ച് കയറ്റിയതാന്ന് തോന്നട്ടാ. ചതഞ്ഞിരിക്കണേണ്. റോഡിലൊക്കെ അത്യാവശ്യം പാമ്പുണ്ട് കേട്ടോ. പാമ്പ് മാത്രമല്ല കടുവയൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഈ റൂട്ടിൽ. ഒരു പിടുത്തമില്ല. അതുകൊണ്ട് രാത്രി നമ്മൾ പരമാവധി യാത്ര ഒഴിവാക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. കാരണം രാത്രി സൈക്കിൾ ഓട്ടൽ റിസ്ക്കാണ്. സൈക്കിൾ ഓട്ടലല്ല, ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന റിസ്ക് ആണെന്നാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ ആ കാണുന്ന ഗ്രാമം കണ്ടില്ലേ, അത് ഗ്രാമമല്ല, ഒരു ചെറിയൊരു ടൗണാണ് കേട്ടോ. ബോളങ് എന്നാണ് പേര്. ചെറിയൊരു ടൗണല്ല, അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടൗണാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് കേട്ടോ. ഇന്ന് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പോണേക്ക് ഇത് കണ്ടില്ല, ഇതൊക്കെ കല്ലറകളാണ് കേട്ടോ. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. അപ്പോൾ അവിടെ മരിച്ച ആൾക്കാരെയൊക്കെ ഇവിടെയാണ് അടക്കിയേക്കുന്നത് കേട്ടോ. ഓരോരുത്തരുടെ കല്ലറകളാണ്. ഇവിടെ അടുത്ത് ചെറിയൊരു ഗ്രാമമുണ്ട് കേട്ടോ. ഇത് ഇവിടെയൊക്കെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു കുഞ്ഞ് ഗ്രാമം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തോ റോഡിൻ്റെ പണി എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ റോളറൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കംപ്ലൈൻറ്റ് ആയതാണോ എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. കണ്ടിട്ട് ഇങ്ങനെ പൊടി പിടിച്ച് ആകെ നാശം ഇട്ടിരിക്കണ പോലെ ഉണ്ട്. ഇതാണ് കേട്ടോ ആ ഒരു ചെറിയ വില്ലേജ്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ വന്ന ഒരു ടൗൺ കാണാൻ പറ്റും കേട്ടോ. ബോളങ് എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ ആ ഒരു മലയാളികളുടെ സ്കൂളുള്ളത്. നമ്മൾ ഇത്രയും ദിവസം താമസിച്ചത് അവിടെയാണ് കേട്ടോ. ഇവിടെയുള്ള വീടുകൾ കണ്ടില്ലേ, ഇത് മൊത്തവും മേളിൽ ഇങ്ങനെ ഓല വാർത്ത പോലെയായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത്. നല്ല വീടാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നും വെള്ളമൊന്നും അങ്ങനെ കയറില്ല കേട്ടോ. ഞാൻ ആദ്യം വെച്ച് മഴയൊക്കെ പെയ്തതിന് അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറും, ആകെ ശരിയാവുന്നു. പക്ഷെ വെള്ളമൊന്നും കയറില്ല. അതിന് പറ്റിയ രീതിയിൽ തന്നെ ആയിട്ട് ഇവർ പണിതേക്കണത്. कभी देखने से आपको लियोपार्ड दिखेगा. लियोपार्ड कुछ नहीं है, देखने से भाग जाएगा आपको. नहीं, कोई जगह में तो टाइगर भी है तो हम तो यहाँ में ना बहुत हंटिंग होता है ना, इसलिए हम लोग बहुत डरते हैं. फाड़ तक होना पड़ता है. अच्छा, इसलिए तो इतना नहीं है ना टाइगर वगैरह. इसलिए हमें जंगली जानवर भी कॉमनली नहीं देखते हैं ना. पूरा अभी चिड़िया भी पूरा खत्म हो गया. हंटिंग का हमें होता है तो. अपना वो डीटी में. हाय भाई, आपका नाम क्या है? Bro, my name is Tanat Tatin. धन्यवाद. हाय भैया, कैसे हो आप? ठीक है ना. आप तो मेरे को ये रास्ता भी मेरे को बुलाया, मतलब कैसे है, अच्छा रास्ता है. थैंक यू भैया, मिलने के लिए बहुत अच्छा होगा. ये तो सियांग रिवर है ना, आप लोग सियांग डिस्ट्रिक्ट का है? अच्छा, इसके बाद मेरे को अपर सियांग मिलेगा ना. ये टूटिंग वगैरह अपर सियांग में है ना. ഓക്കെ, സേഫ്റ്റി ആണ്. ഓക്കെ, താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് പോണ റൂട്ടിൽ 2 വഴിയാണുള്ളത് കേട്ടോ. അപ്പോൾ 2 വഴിയിൽ ഒരു റൂട്ട് ഭയങ്കര മോശം, ഒരു റൂട്ട് നല്ല എന്നാണ് ഇവർ പറഞ്ഞത്. താങ്ക് യു ബൈ. അപ്പോൾ ഇവരാണ് നമുക്ക് പറഞ്ഞത് റൂട്ട്. നമുക്കിവിടെ ഗേക്കു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. ആ റൂട്ട് വഴി യിങ്ക്യോങ് പോയി കഴിഞ്ഞാൽ നല്ല റൂട്ട് കിട്ടും. പിന്നെ അല്ലാണ്ട് വേറൊരു റൂട്ടും കൂടെ പറഞ്ഞിട്ടാ. ആ റൂട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും കേട്ടോ. പുറകിൽ വണ്ടി വന്നുണ്ട്. ഈ റൂട്ടിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കിയേ,
ചെറിയൊരു റൂട്ടായതുകൊണ്ട് വണ്ടികൾ അങ്ങാടും ഇങ്ങാടും പോവാൻ ഭയങ്കര പണിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ഇത്രയും സൈഡ് കൊടുത്താൽ മാത്രമേ വണ്ടി പോവുള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ കയ്യിൽ ILP തീരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആകെ 1 മാസത്തേക്ക് എടുത്തട്ടാ. നമ്മളങ്ങനെ ഏകദേശം ഒരു 10-12 ദിവസത്തോളം നമ്മൾ മെച്ചൂക്കയിൽ നിന്ന് അതൊക്കെ ഇനി ഇറങ്ങി. ബാക്കിയുണ്ട് കേട്ടോ. എനിക്കൊന്നും ഒരു 10 ദിവസം ഇനി ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി 63 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻക്യോങ് എത്തും കേട്ടോ. ഇൻക്യോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടർ ആണ്. അത് അപ്പർ സിയാങ്ങിൽ പെട്ടാണ് കേട്ടോ. ഇവിടെ പോകണമെങ്കിൽ യാത്രക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹട്ടുകൾ പോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നതിനാൽ മഴയൊന്നും നനയില്ല. അതുപോലെ ഇവിടെ അടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇത് മൊത്തം ഒഴുകി ചെല്ലണത് നേരെ സിയാങ് റിവറിലേക്കാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി. നമുക്ക് ഈ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം കുറച്ചധികം ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു വില്ലേജ് എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അവിടെ നിന്നാണ് നമുക്ക് ഡീവിയേഷനൊക്കെ വന്നേട്ടാ. നേരത്തെ അവർ പറഞ്ഞില്ലേ ഒരു ഡീവിയേഷൻ ഉണ്ട്, 2 റൂട്ട് നമുക്ക് പോവാട്ടാ. നമ്മൾ നല്ല റൂട്ടിലൂടെ പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. മറ്റേ റൂട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനാന്നാട്ടോ അവർ പറഞ്ഞത്. खाने का कितना है इसका प्राइस? 3 हाँ abak ka 10 10 है एक. सुंदर ये कितना है? ye ole bak 50 50 है ना. ये अंडा तो क्या है? anda बहुत 20 ekto एक है ना. lokiranda ലോക്കൽ അണ്ട है ना. lokiranda ഓ ഇതിന് 10 രൂപ കേട്ടോ. നമ്മൾ കഴിക്കുന്ന സാധനമാണ്. ये तो इसमें कितना है इसका? yeah हाँ omrim kande koen omrim na kande koen omrim etali ne हाय हाय दीदी. दीदी ये कितना है दीदी इसका? ye ka हाँ 50 bak ka 51 50 rupees 50 रुपीज़. ये केजी है? पता नहीं हम लोग केजी सब नहीं है मिला के बाद में देता है दाम है ना. ये अच्छा पपीता लेगा ये ओह ये भी तो लेने का प्लान था. ये हमारा वो केरला का मेन है ना. ये मतलब ये इसमें तो बहुत बनाता है खाना है ना. आप कहाँ का है मैं केरला का है. ये क्या लेके जा रहा है मैं घूमने के लिए आया. बाइकर साइकिल में ट्रैवल करते हो. घूम किया था और इंडिया. कितना ये है कितना दिन लगा मैं 19 महीने होगा. 19 महीना हाँ. कहाँ कहाँ को गया अभी ये मेरा 20 स्टेट है और यहाँ से मैं टूटिंग जाएगा. 19 मोन हाँ साइकिल में अंदू तुम दे ना माँ बुक तुम्हें भी ले ठीक से पकाए ना ये ना. लेकिन स्ट्रॉन्ग है अंदर बहुत ये 50 है. इतना नहीं चाहिए. ये पीस का कितना है? पीस का हिसाब नहीं होता है लेकिन ले सकता है अच्छा नहीं वो एक ही ये वाला ये हाँ छोटा उतना बड़ा नहीं चाहिए. बढ़िया नहीं लगा वो जमाना है कितना? सुनिए तो ये ना सुनिए तो ये बाग का ये एक बाग का 50 हो गया तो ना 50 हो गया ना. तब तो इसमें आप सोच के देखिए 20 रुपीस 10 रुपीस है ना. और वो वाला कितना है ये बड़ा? ना उसका या वो तो कितना है? 30 है ना. वो छोटा कितना है इसका? हाँ 10 रुपया दी हाँ वो दे दो. सिर्फ इसको हाँ एक आदमी को बनाने के लिए ना. वही तो ये तो अच्छा होगा ना अच्छा बना कोई प्रॉब्लम नहीं है ना ये? नहीं अच्छा कोई प्रॉब्लम नहीं 10 लोगों रुपये. का नहीं इनका को नहीं अच्छा अच्छा थैंक यू दीदी. मैं एक वीडियो भी किया था. कोई प्रॉब्लम नहीं. मेरा कोई यूट्यूब चैनल है. नहीं एक हाई करो. हाय ट्रैवल बाय अशकर. नहीं मेरे को ये देखने के लिए बहुत मेमोरी हो गई इसलिए देख लिया मैं. मतलब मैं अभी तो मतलब मैं 19 महीना से घर से बाहर है ना. ये तो इतना बहुत कम खाया. നമ്മളെ ഇപ്പോൾ വരുന്നോയ്ക്ക് അവിടെ ദീദിമാർ കച്ചവടം നടത്തേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു കപ്പ മേടിച്ച് ഇത് നോക്കിയേ.
ഇത്രയും വലിയൊരു കപ്പയുണ്ടാ, ഇത് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അവിടെ കിലോക്കല്ല കേട്ടാ, കിലോക്ക് മേളിലുണ്ട്, പക്ഷേ അതിന് 50 രൂപയല്ലോ കേട്ടാ. നമ്മുടെ നാട്ടിലെ കപ്പയ്ക്ക് ഇപ്പോൾ എത്രയെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇത് 1 കിലോക്ക് മേളിലുണ്ട്. 4-5 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് 20 രൂപ പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ് ചെറുത് മതി എന്ന് പറഞ്ഞു, കാരണം നമ്മൾ ഒരാളല്ലേ ഉള്ളൂ, നമുക്കൊന്ന് കഴിക്കാൻ വേണ്ടിയാണ്. കാരണം കണ്ടിട്ട് കൊതി തോന്നി, അപ്പോൾ എന്തായാലും ഒന്ന് കപ്പ ഉണ്ടാക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അവനോട് മേടിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഈ 10 രൂപ വന്നാൽ മതി, 20 രൂപ വേണ്ടെന്നൊക്കെ പറഞ്ഞ് 10 രൂപ എടുത്ത് നമുക്ക് ഈ സാധനം കിട്ടിയേട്ടാ. എന്തായാലും വല്ലാത്ത സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും കപ്പ ഉണ്ടാക്കാമല്ലാന്ന് ചോദിച്ചു. പിന്നെ അതുപോലെ പൂണയ്ക്കൊക്കെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, കാണുന്നതൊക്കെ ഓറഞ്ചിൻ്റെ മരം കേട്ടോ. അത്യാവശ്യം ഓറഞ്ച് ഉണ്ട് ഇതിൽ. നമ്മൾ പറിക്കണല്ലോ കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇന്ന് തന്നെ സിമ്പിളായിട്ട് പറിച്ച് തിന്നാന്നേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മുടെ മുതലല്ല, ഇത് ഇവിടെ ആറിൻ്റെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് ചോദിക്കാണ്ട് നമ്മൾ പറിക്കണത് ശരിയല്ല, അതുകൊണ്ടാണ് നമ്മൾ പറിക്കാത്തത് കേട്ടോ. കണ്ടിട്ട് കൊതി തോന്നുന്നുണ്ട്, പക്ഷേ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കാണ്ട് പറിക്കണില്ല. ഇനി എന്തായാലും നമുക്ക് നേരെ ടൂട്ടിങ് പോണ റൂട്ടിലേക്ക് പോകാട്ടോ. ഇന്നിപ്പോൾ എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെന്തായാലും ഉണ്ടാക്കണം കേട്ടോ. കപ്പ കണ്ടപ്പോൾ ഒരുപാട് കൊതി തോന്നി കേട്ടോ. സത്യം പറയുന്ന കപ്പയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മേടിച്ചത്. ഇനി ചിലപ്പോൾ നമ്മൾ ഇങ്കിയോങ്ങ് എത്തുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുണ്ടാക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. നമ്മൾ എപ്പോഴും എനിക്ക് ഇവിടെ ഒരു ഗ്രാമം കിട്ടിയേട്ടാ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു തന്നു. അപ്പോൾ ഈ ഒരു ഭയ്യ കേട്ടോ. ഹായ് ഭയ്യ. ഹായ്. आपका नाम क्या है? नहीं है ना. हाय. आपको भैया थैंक यू सो मच. അപ്പോൾ പുള്ളിയാണ് നമുക്ക് ഈ സാധനമൊക്കെ മേടിച്ചു തന്നെ കേട്ടോ. നമ്മളിപ്പോൾ പോണത് ഇങ്കിയോങ്ങിലേക്കാണ്, അവിടെ നിന്നാണ് ടൂട്ടിങ് പോണേ കേട്ടോ. അപ്പോൾ പോണേക്ക് പുള്ളി നിർത്തിയിട്ട് മേടിച്ചെന്നാണ് പാവം. ഓക്കെ ഭയ്യ, ठीक है मिलेंगे फिर भी. ഈ കാണതാണ്ട ഷിയോമി റിവർ, ഇതിൻ്റെ കളർ നോക്കിയാൽ ഫുള്ള് കലങ്ങി കിടക്കണേ കേട്ടാ. എനിക്ക് തോന്നുന്നു അവിടെ റോഡ് പണി നടക്കണോണ്ട് വെള്ളത്തിലേക്ക് മൊത്തം മണ്ണും അഴുക്കൊക്കെ വീണിട്ട് കലങ്ങിയതാണെന്ന് തോന്നുന്നു. നല്ല ഫോഴ്സിലാണ് ഒഴുകണത്. ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഒരുപാടുണ്ട്, ചെറിയൊരു ഗ്രാമം കേട്ടോ, ഒരുപാട് ജനസംഖ്യയൊന്നുമില്ല. ഇവിടെ പോകണമെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഒരുപാട് വലിയ വലിയ ഗ്രാമങ്ങളൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഓരോരുത്തരും മരിച്ചതിൻ്റെ ഒരിത് കൊടുത്തേക്കനെയാണ്. ഇവിടെ ചർച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരമൊക്കെ ഉണ്ടാവും ചർച്ച്. എല്ലാ ഗ്രാമത്തിലും ചർച്ച ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഈ ഒരു ഗ്രാമത്തിൽ ഇത്രയും വീടുകളുണ്ട്, ഇവർക്ക് എല്ലാവർക്കും കൂടെ അടുത്തൊരു ഗ്രാമത്തിലായിക്കോട്ടെ ചർച്ച ഉള്ളത്. ഈ കാണുന്നതൊക്കെ നമ്മളിപ്പോൾ കണ്ട ഗ്രാമമല്ലേ, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് അതൊരു ചെറിയൊരു ഗ്രാമമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത്യാവശ്യം വലുതാണ് കേട്ടോ. ഹായ്. आप लोग का नाम क्या है भैया? मेरा तपोर तालु. अच्छा, आपका नाम? मेरा ताका नीरिन. ये गांव का नाम क्या है? 65. अच्छा 65. बोलते हैं. अच्छा, आप लोग पूरा यहाँ का है ना? बढ़िया है, मिलने के लिए बहुत अच्छा होगा. ओके भैया, थैंक यू. मैं एक वीडियो भी करेगा. ओके थैंक यू भैया. आपका नाम क्या है? मेरा नाम विनाश. विनाश. हाय, आपका नाम क्या है? मेरा नाम भुवन प्रधान. ഭുവൻ പ്രധാൻ है ना? താങ്ക് യു ഭയ്യ. നമുക്ക് ഈ കടക്കാർ കുറേ സാധനങ്ങൾ വന്നിട്ടാ. നമ്മൾ തക്കാളി പിന്നെ സവാളയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കണം കേട്ടോ പോണേക്ക്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സവാള മേടിച്ച്, അതുപോലെ ഒരു എന്താണ് തക്കാളി മേടിച്ച്, കുറച്ച് മുളകൊക്കെ മേടിച്ചേട്ടാ. അപ്പോൾ കടക്കാരൻ പൈസ മേടിച്ചില്ല. ആളെന്നോടൊന്നും പൈസ ഒന്നും വേണ്ട, നീ ഇത് കൊണ്ടുപോയിക്കാന്ന് പറഞ്ഞ്. പാവട്ടാ, എന്ത് മനുഷ്യരാണല്ലേ, ഭയങ്കര സ്നേഹമുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അത് മേടിച്ച് ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം നോക്കണം കേട്ടോ. ഇത് നോക്കിയേ, ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. ഇതൊക്കെ എന്തൊക്കെയോ പണിയനുണ്ട്. ഇവിടെ നിന്ന് 2 റൂട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് നല്ല റൂട്ടും ഒന്ന് മോശം റൂട്ട് കേട്ടോ. നേരത്തെ അവർ പറഞ്ഞില്ലേ ആ ഒരു റൂട്ടാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് റൂട്ട് കേട്ടോ. ഈ റൂട്ട് നേരെയാണ് നമുക്ക് ടൂട്ടിങ് പോകേണ്ടത്. ഇവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗെലിങ് ആണെങ്കിൽ 269, ടൂട്ടിങ് ആണെങ്കിൽ 241, പിന്നെ മിഗിങ് 191, പിന്നെ മൊയിങ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം 93 കിലോമീറ്റർ കേട്ടോ. ആ റൂട്ട് ഭയങ്കര മോശമാണ്. അതിന് പകരം ഈ ഒരു റൂട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ വേണ്ടി. കാരണം ഈ റൂട്ട് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത റോഡാണെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. മാപ്പിലും കാണിക്കണത് ഈ ഒരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു റൂട്ട് പിടിച്ച് പോവാം. ആ റൂട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പണി കിട്ടും കേട്ടോ. കാരണം ഭയങ്കര രീതിയിൽ കട്ടിങ് അടക്കുന്നുണ്ട്, സ്ലൈഡിങ് ഒക്കെ ഉണ്ടാവുമെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത്. ഈ റൂട്ടൊക്കെ നിങ്ങൾ നോക്കിയേ, ഫുള്ളിങ്ങനെ പാറക്കെട്ടുകളായതുകൊണ്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ സീനാണ്, പറയാൻ പറ്റില്ല കേട്ടോ എന്താവുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഹായ് ഭയ്യ, कैसे हो आप लोग? ठीक है ना? आप लोग कहाँ से हो? बोलेंगे. नाम क्या है आपका? सर मैं सब तोकीराम मेघू. अच्छा, आपका? मेरा सतलज विश्वकर्मा. अच्छा, नेपाल से. नेपाल से हो? अच्छा, नेपाल में
Tabe costo orange. Costa Orange. हाँ नेपाल घूम के आया भैया. अभी आपका डेस्टिनेशन तक किधर है? थैंक यू भैया. मेरा तो टूटिंग जाएगा. आप लोग मेरे को ये लेके आया ना. थैंक यू भैया. थैंक यू सो मच. आप लोग गया टूटिंग? पहले गए थे ना. कैसे हो टूटिंग? मस्त है ना. आगे बस्ती कितना दूर लगेगा? यहाँ से अभी गेकू आपका लगभग आधा 5 किलोमीटर 5 किलोमीटर है ना. उधर ही हाँ आज वहाँ में होल्ड करेगा. देखिए आपका तो भी चला गया ना. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു റൂട്ട് സഞ്ചരിച്ചപ്പോൾ ഭക്ഷണത്തിന് എന്തെങ്കിലും പഞ്ഞം ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഭക്ഷണത്തിന് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. ഇതേപോലെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വല്ലാത്ത സന്തോഷമുള്ള കാര്യമുണ്ടാ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വന്ന സ്കൂളില്ലേ പമൻ സ്കൂള്. അപ്പോൾ അവിടെ പഠിച്ച സ്റ്റുഡൻസാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ആ ടീച്ചറിനെയും സാറിനെയൊക്കെ അറിയാമെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമമുണ്ട് കേട്ടോ. ഗേക്കു എന്നാണ് പേര്. അവിടെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇന്ന് യിങ്ക്യോങ് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ പയ്യെ പോകാമെന്ന് വെച്ചിട്ടാണ്ടാ. അങ്ങനെ നമ്മൾ ഗേക്കു എന്ന് പറഞ്ഞൊരു ടൗൺ എത്തിയേട്ടാ. ഇന്ന് ഇവിടെ തങ്ങാനാണ് പ്ലാൻ. തങ്ങാൻ അങ്ങനെ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ. എവിടെയെങ്കിലും സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇപ്പോൾ എത്തിയുള്ളൂ കേട്ടാ. ഇവിടെ ഏകദേശം 5 മണി കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇരുട്ടി തുടങ്ങി കേട്ടാ. അതുപോലെ ഇതൊക്കെ അപ്പർ സിയാങ്ങിൽ തന്നെ കേട്ടോ. നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തത് സിയാങ് ഡിസ്ട്രിക്റ്റിലൂടെ ആയിരുന്നെങ്കിൽ ഇത് അപ്പർ സിയാങ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ടൂട്ടിങ് ഗലിങ് ഒക്കെ എല്ലാം അപ്പർ സിയാങ്ങിൽ പെട്ടതാണ്. भैया नमस्ते. नमस्ते. आपका नाम क्या है भैया? मेरा नाम करोड़ पारन. अच्छा ये बस्ती का नाम क्या है आपका? ये गेकू है. गेकू है ना. अच्छा ये तो अपर सियांग में है ना. अपर संग में. ओ। ये अपर संग डिस्ट्रिक्ट से आउट पोस्ट है ये हमें. अच्छा लेकिन ये सी पोस्ट है. ओ और पुलिस स्टेशन का भी आउट पोस्ट है हम लोग का. हम लोग POPS को हम लोग यूं लिखते हैं. इनक्यों लिखते हैं ना. कोई नहीं हम लोग करना. वो मिलने के लिए बहुत अच्छा होगा. हाँ। और भैया मेरे को ये भी दे दिया. भैया थैंक यू सो मच. मिलने के लिए बहुत अच्छा जो होगा. जो मेरा भाई को मिलने वाला जो अच्छा से मतलब ये वेलकम करना है और रिसेप्शन मैंने अच्छा से करना है. हम आज मिला है इमरजेंसी से. हम भी ये खबर सुन के डायरेक्ट आए हैं. मतलब आज तो मैं यहाँ में रुकने का जगह भी देखा. उस टाइम हाँ, एक हाँ। भैया को मिला. हाँ। उसके बाद वो भैया आपको भी कॉल करके आप जल्दी मेरे के लिए आया. हाँ, हाँ, और हाँ। भैया फिर താങ്ക് യു സോ മച്ച്. हाँ ഞാനേ ഇപ്പൊ കപ്പ ഉണ്ടായിക്കൊണ്ടിരിക്കണേട്ടാ. കപ്പ എന്താണ്ടൊക്കെ കാണിച്ച് ഞാൻ ഇത്ര നേരം അവര് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ വർത്താനം പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. കാരണം ഞാൻ ഉണ്ടാക്കണ സ്റ്റൈല് കണ്ടിട്ടാന്ന് തോന്നണം. അവര് പോയി കളഞ്ഞ്. ഇത് നോക്കിയേ കപ്പ എന്തൊക്കെയോ. ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മുളക് ഇട്ടിട്ടുണ്ട്. അതിൽ പിന്നെ ഒരു സവാള തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി എന്താവുന്നൊരു പിടുത്തമില്ലാട്ടാ.